കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് ഒരു ഭാരമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എവിടുന്ന് തുടങ്ങണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് SSC RRB പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടി കറണ്ട് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. ഈ പിക്ചർ നോക്കൂ. ഈ കാണുന്നത് പോലെയാണ് നമുക്ക് തുടക്കത്തിൽ തോന്നുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ അല്ലെ, ഇത്രയും പഠിച്ചാൽ മതിയാകും എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് തുടക്കത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ പഠിച്ചു വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതാണല്ലേ, ഇതാണ് റിയാലിറ്റി. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് തുടക്കത്തിൽ തോന്നുക. പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം. നമ്മൾ ഇത്രയും പഠിച്ചാൽ പോരാ, കുറച്ച് കൂടുതലായി വളരെ ഗൗരവത്തോടെ പഠിച്ചാൽ മാത്രം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഡൈവേഴ്സ് ഏരിയയിൽ നിന്നും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും അല്ലേ. നമ്മുടെ എല്ലാ വിഭാഗത്തിലും ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താ, അതെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പഠിച്ചു വരുമ്പോൾ നമ്മൾ എത്ര സെലക്റ്റീവായിട്ട് പഠിച്ചാലും കറണ്ട് അഫയേഴ്സ് കുറച്ച് അധികം പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും? പതിയെ നമ്മൾ മടുത്തു തുടങ്ങും അല്ലെ. നമുക്ക് പതിയെ ഒരു ഹെവിനെസ് തോന്നും. ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ ടാസ്ക് ആണെന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങും. നമ്മൾ ക്വിറ്റ് ചെയ്യാന്ന് തന്നെ വിചാരിക്കും അല്ലെ. പിന്നെ നമ്മൾ എന്ത് വിചാരിക്കും, ഇത് നമ്മളെ കൊണ്ട് നടക്കില്ല, നമുക്ക് മറ്റ് സബ്ജക്ട്സിൽ ഫോക്കസ് ചെയ്യാം, മറ്റ് ടോപ്പിക്സ് കൂടുതലായിട്ട് പഠിക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ എത്തും. പക്ഷെ അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കറണ്ട് അഫയേഴ്സ് മാറ്റി വെച്ച് മറ്റ് സബ്ജക്ട്സിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം, നമ്മുടെ പരീക്ഷകൾക്കെല്ലാം തന്നെ എല്ലാ പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് ഒരു സെക്ഷന് ഒരു പ്രത്യേക വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ കറണ്ട് അഫയേഴ്സ് മാറ്റി വെച്ചുകൊണ്ട് മറ്റ് സബ്ജക്ട്സ് പഠിച്ചാൽ നമുക്കൊരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ, ഒരിക്കലും പറ്റില്ല. കാരണം നമ്മൾ ഏത് പരീക്ഷ എടുത്താലും, ആ പരീക്ഷകളുടെ ഏത് ഫോമാറ്റിലുള്ള പരീക്ഷ എടുത്താലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും അതിനകത്ത് ഏത് മേഖലയാണ്, സയൻസ് ആൻഡ് ടെക് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഹിസ്റ്ററി തന്നെ ആയിക്കോട്ടെ, ഹിസ്റ്ററി ആണെങ്കിലും സ്റ്റാറ്റിക് പോർഷൻ പ്ലസ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പം ഒരു ഹിസ്റ്ററി റിലേറ്റഡ് ടോപ്പിക് ആയിരിക്കും, പക്ഷെ അതിൽ നിന്ന് ചോദ്യം വരുമ്പോൾ ആ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഈവന്റിനും ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രാധാന്യം, അതിന്റെ ഏതെങ്കിലും ഒരു ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റെന്തെങ്കിലും ഒരു മോണുമെന്റിന്റെ ഒരു കറണ്ട് അഫയർ ആയിരിക്കാം. അതായത് അത് ഇപ്പൊ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ കയറിയെന്നോ അങ്ങനെ മറ്റെന്തെങ്കിലും ന്യൂസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഏത് ടോപ്പിക് എടുത്താലും കറണ്ട് അഫയേഴ്സിന് അതിനകത്തൊരു റെലവൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ നമുക്ക് കറണ്ട് അഫയേഴ്സ് മാറ്റി വെച്ച് മറ്റ് സബ്ജക്ട്സിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുന്നത് വൈസാണെന്ന് ചോദിച്ചാൽ അല്ല. നമുക്കൊരിക്കലും ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ മാത്രമുള്ള സ്കോറിലേക്ക് എത്താൻ കറണ്ട് അഫയേഴ്സ് മാറ്റി വെച്ചുകൊണ്ടുള്ള പഠിത്തം ഒരിക്കലും നമുക്ക് ഉപകരിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്താ, നമുക്ക് എന്തുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സ് മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു പഠിത്തം നമുക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറയുന്നത്? കാരണം നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സിന് നല്ലൊരു വെയിറ്റേജ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓൾറെഡി നിങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കാണും. അപ്പോൾ അതിനകത്ത് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയ്ക്ക് 20 മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഈ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ഏത് മേഖലയിൽ നിന്നും ആകാം അല്ലെ. എല്ലാ മേഖലയിലുമുള്ള നമ്മുടെ അവയർനെസ്സുമായിട്ട് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ് അല്ലെ. അപ്പൊ അതിന് 20 മാർക്സ് ആണ് ആ ഒരു പരീക്ഷയ്ക്ക് മാത്രം കൊടുത്തിരിക്കുന്നത്. ഇനി NTPC നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഔട്ട് ആയിട്ടുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ NTPC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുവാണെങ്കിൽ അവർക്ക് നല്ല ഒരു വെയിറ്റേജ് തന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു സെക്ഷന് CBT 140 മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി CBT 2ലേക്ക് വരുമ്പോൾ അത് 50 മാർക്സ് ആയിട്ട് മാറുന്നുണ്ട് കണ്ടോ. അപ്പൊ ഇത്രത്തോളം വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ മാറ്റി വെച്ചുകൊണ്ട് പഠിച്ചാൽ നമുക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. എന്നാൽ ഇത്രയധികം വെയിറ്റേജ് ഉള്ള ഒരു ഏരിയയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണെന്ന് പറയാൻ പറ്റും അല്ലെ. മറ്റ് സബ്ജക്ട്സിന് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. കാരണം ആ മാർക്സ് ഡിവിഷൻ കണ്ടോ, 50 മാർക്സ് ജനറൽ അവയർനെസ്സിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നല്ലൊരു ഭാഗം ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സ് തന്നെ ആയിരിക്കും. ബാക്കി മാത്തമാറ്റിക്സ് 35, ജനറൽ ഇന്റലിജൻസ് 35 എന്ന് പറഞ്ഞ വെയിറ്റേജ് കുറഞ്ഞ ഏരിയ ആണ് പിന്നെ കിടക്കുന്നത് CBT 2നകത്ത് അല്ലെ. അപ്പൊ ഈ കാരണം കൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം, എങ്ങനെയാണ് പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായി കാണും. ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു ഡൗട്ട് ആയിരിക്കും, ഏതൊക്കെ ഏരിയ കവർ ചെയ്യണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, നമ്മുടെ ഏത് ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദ്യമായിട്ട് ഉണ്ടാകാം. അപ്പൊ അതിനാണ് നമ്മുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഈവന്റ്സ് അല്ലെ, ദേശീയമോ അന്തർദേശീയമോ ആയ പ്രാധാന്യമുള്ള ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ചും ഏതൊരു ഈവന്റിനെ കുറിച്ചും ടോപ്പിക്കിനെ കുറിച്ചും ക്വസ്റ്റ്യൻ ഉണ്ടാവാം അല്ലെ. അതിനകത്ത് അവാർഡ്സ് വരാം, സ്പോർട്സ് വരാം, സയൻസ് ആൻഡ് ടെക് വരാം. നമുക്കറിയാം സയൻസ് ആൻഡ് ടെക് എല്ലാ ദിവസവും ഇപ്പം എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് സയൻസ് ആൻഡ് ടെക് എന്ന് പറയുന്നത്. കൾച്ചർ, പേഴ്സണാലിറ്റീസ്, ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫിഗേഴ്സ് അല്ലെ, ഒരുപാട് ഫിഗേഴ്സ് കറണ്ട് അഫയേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് അതുപോലെ പോളിറ്റിക്സ് ആൻഡ് എനി അതർ സബ്ജക്ട് ഓഫ് ഇമ്പോർട്ടൻസ് അല്ലെ. അതായത് പ്രാധാന്യമുള്ള, സമകാലിക പ്രാധാന്യമുള്ള ഏത്
ടോപ്പിക് വേണമെങ്കിലും ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലേ. അപ്പൊ എന്തിനെക്കുറിച്ച് വേണമെങ്കിലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും വരാം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഒരു സിലബസ് വെച്ച് പഠിച്ചാലും കറണ്ട് അഫയേഴ്സിന്റെ സിലബസ് എന്ത് തന്നെയാണ്, ഈ പറഞ്ഞ പോലെ എല്ലാ ഏരിയയും അതിനകത്ത് വരും. കറണ്ട് അഫയേഴ്സ് ഈ ഒരു പ്രത്യേക ഏരിയയിൽ നിന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീലിംഗ് പതുക്കെ പതുക്കെ വന്നു തുടങ്ങും. നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കി, ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ശരിയായ രീതിയിലല്ല നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവും അല്ലേ. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മളെ കൊണ്ട് പറ്റാത്തൊരു ഫീലിങ്ങിലോട്ട് എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ടുള്ള, എന്നാൽ നമുക്ക് നല്ല റിസൾട്ട് തരുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ന്യൂസ് പേപ്പർ റീഡിങ് അല്ലേ. നമ്മൾ നന്നായിട്ട് പത്രവായനയുള്ള ആൾക്കാർ, എല്ലാ കാര്യങ്ങളും അതത് ദിവസം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ വലിയ ഭാരമൊന്നുമല്ല. അവർക്ക് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി പരീക്ഷകൾക്ക് വേണ്ടി പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ന്യൂസ് പേപ്പർ വായിച്ച് തുടങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു പത്രം എന്ന് പറഞ്ഞാൽ ഒരു 12-14 പേജസ് ഉണ്ടായിരിക്കും അല്ലെ, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാകാം. അപ്പൊ ഈ പേജസ് എല്ലാം നമുക്ക് വായിച്ച് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എത്ര സമയം എടുക്കും? നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാലും ഒരുപക്ഷെ തീർന്നില്ലെന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് കമ്പൽസറി ആയിട്ട് അറിയാമായിരിക്കണം, വാട്ട് ടു റീഡ് എന്നുള്ള അറിയാമായിരിക്കണം. എന്ത് വായിക്കണം അല്ലെ. പത്രത്തിൽ ഒരുപാട് ന്യൂസ് ഉണ്ടായിരിക്കും, ഇതെല്ലാം നമ്മൾ വായിക്കണോ? നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വാർത്തകളും പ്രധാനപ്പെട്ടതല്ല. നമുക്ക് പ്രാധാന്യമുള്ള വാർത്തകൾ മാത്രം സിലക്ട് ചെയ്ത് വായിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ എന്ത് ചെയ്യണം? പതിയെ പതിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. വാട്ട് ടു റീഡ്, എന്ത് വായിക്കണം എന്ത് വായിക്കേണ്ട എന്ന് കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ മാത്രമുള്ളൊരു എബിലിറ്റിയിലൊക്കെ നിങ്ങൾ വന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ നമുക്കിതൊരു ഭാരമല്ല, അതൊരു ഭയങ്കര ഹെവിനെസ് ഇല്ലാത്തൊരു പ്രോസസ്സായിട്ട് തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വാട്ട് ടു റീഡ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് നാൾ നമ്മൾ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട, എന്ത് വായിക്കണം വായിക്കേണ്ട. പിന്നെ ഒരു എളുപ്പമുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് PYQs റെഫർ ചെയ്യാം. നിങ്ങൾ PYQs നോക്കുമ്പോൾ മനസ്സിലാകും അതിനകത്ത് ചില കീ ടേംസിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ജീവിയെ കുറിച്ചുള്ള ഒരു വാർത്ത വരികയാണെങ്കിൽ അതിന്റെ IUCN സ്റ്റാറ്റസ് എന്താണെന്ന് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അതുപോലെ എന്തെങ്കിലും ഒരു ഇന്റർനാഷണൽ സമ്മിറ്റ് നടക്കുകയാണ്, സ്വാഭാവികമായിട്ടും വേദി ഏതാണെന്നൊരു ചോദ്യം വരാം അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ വാർത്തകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ചില ഏരിയ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു കീവേഡ് നമുക്ക് എളുപ്പത്തിൽ പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും, നോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കീവേഡ്സ് എന്തൊക്കെയാണ് പരീക്ഷകൾക്ക് പ്രധാനപ്പെട്ട ഏരിയ എന്ന് മനസ്സിലാക്കാനായിട്ട് PYQs നിങ്ങൾക്ക് റെഫർ ചെയ്യാം. PYQs റെഫർ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ പത്രം വായിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ വാട്ട് ടു റീഡ് എന്ന് പറയുന്നതാണ് നമ്പർ 1. നമ്മൾ ഒന്നാമതായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്ത് വായിക്കണം. ഇനി എങ്ങനെ വായിക്കണം, ഹൗ ടു റീഡ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ലൈൻ ബൈ ലൈൻ ഓരോന്നായിട്ട് മഗ്ഗപ്പ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. ഒരു വാർത്ത വായിക്കുമ്പോൾ അതിനകത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുന്നുണ്ട് ആ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുക. അതായത് നമ്മൾ വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ ഡേറ്റ ഇങ്ങനെ ഒരുപാട് കളക്ട് ചെയ്ത് ഇൻഫർമേഷൻ ഓവർലോഡ് ആകുകയല്ല വേണ്ടത്. പകരം നമ്മുടെ പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ്ട്രാ ഫോക്കസ് കൊടുത്ത് വായിച്ചാൽ മതിയാവും. അപ്പൊ എങ്ങനെ വായിക്കണം, പരന്ന വായന വേണമെന്ന് പറയുമ്പോഴും അത് ഒതുക്കി വായിക്കാനുള്ള ഒരു കഴിവ് കൂടി നമുക്കുണ്ടാവണം അല്ലെ. പരന്ന വായന ഉണ്ടെങ്കിൽ ചില പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് പറയാറുണ്ട് അല്ലെ. ഈ പരന്ന വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയയെ കുറിച്ചുള്ള അറിവ് ഉണ്ടാകണമെന്നാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു വാർത്ത എടുത്ത് അത് A to Z വായിച്ച് കാണാതെ പഠിക്കണം എന്നൊരു അർത്ഥമില്ല അല്ലെ. അപ്പോൾ ഒതുക്കി വായിക്കാം, നമുക്ക് എന്ത് വായിക്കണമോ അത് പരീക്ഷയ്ക്ക് എങ്ങനെ ഉപയോഗപ്പെടും എന്ന് മനസ്സിലാക്കി വായിക്കണം. സോ ഹൗ ടു റീഡ് എന്നുള്ളത് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി അതുപോലെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് നോട്ട് മേക്കിംഗ്. ഓക്കെ, നമ്മൾ എന്ത് പഠിക്കുന്നോ അതിനെക്കുറിച്ചൊരു നോട്ട് ഉണ്ടാക്കുക. സ്വന്തമായിട്ടൊരു പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു നോട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് മാത്രം വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിൽ എഴുതിയ ഒരു നോട്ട്. ഓക്കെ, വളരെ ഷോർട്ടായിട്ട് ബ്രീഫായിട്ട് ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള ഒരു നോട്ടായിരിക്കണം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത് കൊണ്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത് വലിയ രീതിയിൽ പ്രയോജനപ്പെടണം എന്നില്ല. നമുക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ചെയ്യാനായിട്ട് ഇത്രയും നീണ്ട നോട്ട്സ് എടുത്ത് വെച്ച് വായിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ക്രിസ്പ് ആയിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് തോന്നുന്ന ഏരിയയിൽ നിന്നുള്ള കീവേഡ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയുടെ തലേന്നോ അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട് മേക്കിങ്ങും നിങ്ങൾ എന്ത് ചെയ്യണം, തുടങ്ങണം. NTPC പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും നോട്ട് മേക്കിംഗ് നിങ്ങളൊരു പ്രാക്ടീസ് ആയിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നല്ലൊരു റിസൾട്ട് ലാസ്റ്റ് പരീക്ഷ കഴിയുമ്പോൾ തരും. ഓക്കെ, അപ്പോൾ പത്രം വായിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഉറപ്പായിട്ടും എൻഷുർ ചെയ്യണം. എന്തൊക്കെയാണ്? വാട്ട് ടു റീഡ്, ഹൗ ടു റീഡ് ആൻഡ് നോട്ട് മേക്കിംഗ് അല്ലെ. ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്
ഭയങ്കര ഈസി ആയിട്ട് തോന്നി തുടങ്ങും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ RRBയുടെ തന്നെ ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു പത്രവാർത്തയെ അതേപോലെ തന്നെ ബേസ് ചെയ്തിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് മറ്റ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടുള്ള ഒരു ടോപ്പിക് ഉറപ്പായിട്ടും നമുക്ക് കറണ്ട് റെലവൻസ് ഉള്ള ഒരു ടോപ്പിക് സംഭവിച്ചിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കിക്കേ. അതായത് വെറുതെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിരിക്കില്ല എടുത്ത് ചോദിക്കുന്നത്, അല്ലെ? വാർത്താ പ്രാധാന്യമുള്ള ഉറപ്പായിട്ടും ഈ ഒരു കുട്ടി അറിഞ്ഞിരിക്കണം എന്ന് അവർക്ക് തോന്നുന്ന ഏരിയയിൽ നിന്നായിരിക്കും അവർ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്നത്. അപ്പൊ അത് വാർത്താ പ്രാധാന്യമുള്ള കൃത്യമായിട്ടും പത്രങ്ങളിലും ന്യൂസിലൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ പത്രം വായിക്കുമ്പോൾ ഇതുപോലെ സെലക്ട് ചെയ്ത് ഒരു പ്രത്യേക ജീവി, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ജീവിയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ IUCN സ്റ്റാറ്റസ് എന്താണെന്ന് ഉറപ്പായിട്ടും പഠിക്കണം. ഒരു സബ്മിറ്റ് വായിക്കുമ്പോൾ അതിന്റെ ഹോസ്റ്റ് ആരാണ്, എന്താണ് അതിന്റെ ഉദ്ദേശം, അതിനൊരു തീം ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സബ്മിറ്റ് പഠിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം. അതുപോലെ സ്പോർട്സ് ഈവന്റ്സ് നോക്കുമ്പോൾ സ്പോർട്സിൽ ഒത്തിരി ഈവന്റ്സ് നടക്കുന്നുണ്ട്. അതിലും അതിന്റെ ഒരു പ്രാധാന്യം, ഒരു റെലവൻസ്, അതിന്റെ ഒരു പ്രയോറിറ്റി കൊടുത്ത് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, എന്തൊക്കെ മെഡൽ കിട്ടിയിട്ടുണ്ട്, ഇന്ത്യ എവിടെയെങ്കിലും ടോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എത്രാമതാണ് എത്തിയത്, അല്ലെ, ഇന്ത്യയുടെ റാങ്ക് എന്താണ്, ഇന്ത്യയുടെ സ്കോർ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഇൻഡെക്സ് എടുക്കുമ്പോൾ ഇന്ത്യ എവിടെ നിൽക്കുന്നു, ഇന്ത്യയുടെ റാങ്ക് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ പത്രം വായിക്കുമ്പോൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് വൈകിപ്പോയി, കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി, നിങ്ങൾ ഇപ്പോഴും ഇതിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ നോട്ട്സിന് ഒരു കറണ്ട് അഫയേഴ്സ് ലൈവ് സെഷൻ എല്ലാ ദിവസവും രാവിലെ 9:30 യൂട്യൂബിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നമുക്കൊപ്പം ഈ ഒരു ജേർണിയിൽ പാർട്ട് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ SSC RRB പോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് അത് ഉപയോഗപ്പെടും. കാരണം ഈ 2 പരീക്ഷകൾക്കും വേണ്ടി, ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിന് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു സീരീസ് ആണത്. അപ്പോൾ NTPC എക്സാംസിന് വേണ്ടി ഓൾറെഡി അപ്ലൈ ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ ഒപ്പം കൂടിക്കോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ഒരു ഏരിയ, നിങ്ങളുടെ തലവേദനയായിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ പതുക്കെ നിങ്ങൾക്ക് ഈസി ആകാൻ തുടങ്ങും. നിങ്ങൾക്ക് ഇത് മൈൽഡ് ആക്കി തരാനുള്ള ഒരു ടെക്നിക്ക് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഏറ്റവും ആവശ്യമുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന ഈ ഒരു ഫ്രീ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്ലസ് നിങ്ങളുടെ റിവിഷൻ പ്രോസസ്സിനെ ഈസി ആക്കുന്ന ഒരു ടെക്നിക്കാണ്. സോ പ്ലീസ് ഡു ജോയിൻ us. നമുക്കപ്പോൾ ലൈവിൽ കാണാം.